ദുൽഹിജ്ജ കഴിയുമ്പോൾ മുഹറത്തിലേക്കാണ് വിശ്വാസികൾ പ്രവേശിക്കുന്നത്. ഈ മുഹറം മാസത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ പ്രത്യേകതയിൽ ഒന്ന് അതിൽ ആശുറാവും താസുആവും ഉണ്ട് എന്നതാണ്. ആശുറായിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത് പ്രവാചകൻ മദീനയിൽ വന്നു. പതിയെ അവിടെ ജീവിച്ചു തുടങ്ങിയപ്പോൾ അവിടുത്തെ സാമൂഹിക അന്തരീക്ഷവും അവിടുത്തെ അനുഷ്ഠാനങ്ങളും ഒക്കെ പ്രവാചകൻ ഓരോന്നോരോന്നിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. ഫവജദൽ യഹൂദി യസൂമുന യൗമ ആശൂറ, മുഹറം മാസത്തിലെ ആശൂറ അവര് മുഹറം 10 അവര് അനുഷ്ഠിക്കുന്നത്, അവർ നോമ്പ് നോൽക്കുന്നത് പ്രവാചകൻ കണ്ടു. അപ്പൊ പ്രവാചകൻ അവരോട് ചോദിച്ചു, അല്ലെങ്കിൽ ആളുകൾ അവരോട് ചോദിച്ചു, എന്തിപ്പോ നിങ്ങൾ ഇന്നൊരു നോമ്പെടുക്കാൻ, എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഹാദൽ യൗമുല്ലദി അൽഹറ അല്ലാഹു ഫിഹി മൂസ വബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിനെയും മൂസ അലൈഹി ഇസ്ലാമേയും അള്ളാഹു വിജയിപ്പിച്ച ദിവസമാണത്. അല ഫിറഔനെതിരിൽ ഫനഹനു നസൂമുഹു തഅളീമൻ ലഹു, ആ ഒരു സംഭവത്തിന്റെ മഹാത്മ്യം പരിഗണിച്ചുകൊണ്ടാണ് ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് എന്നവർ പറഞ്ഞു. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ഞാൻ നഹ്നു ഔലാ ബി മൂസ മിൻകും, മൂസയെക്കാളും മൂസയോട് നിങ്ങൾക്കുള്ളതിനേക്കാളും അടുപ്പവും ബന്ധവും ഉള്ളത് ഞങ്ങൾക്കാണ്, അതുകൊണ്ട് നമ്മളത് നോൽക്കും. പിന്നെ ജൂതന്മാർ ചെയ്യുന്ന അതേ രീതിയിലാകാതിരിക്കാൻ ലൈൻ ബഖീത്തുൽ ഖാബിൽ അസുമന താസെ, ഞാൻ അടുത്ത വർഷം ജീവിക്കുകയാണെങ്കിൽ 9 കൂടി നോൽക്കും എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു. അതിന്റെ ഫിഖ്ഹിലേക്കല്ല നമ്മൾ പോണത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ അത്തരം ചില കാര്യങ്ങൾ പറയാൻ ശ്രമിക്കാം. ഇവിടെ മൂസ അലൈഹിസ്സലാമയുടെ രക്ഷപ്പെടലും അദ്ദേഹത്തിന്റെ വിജയവും ഒക്കെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ആ ചരിത്രത്തിലൂടെ വലിയ ചില പാഠങ്ങൾ യഥാർത്ഥത്തിൽ പടച്ച റബ്ബ് വിശ്വാസികൾക്ക് നൽകുന്നുണ്ട്. ശരിക്കും ചില കാര്യങ്ങളൊക്കെ മനസ്സ് ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ആശ്വാസവും സമാധാനവും കരുത്തും അത് വളരെ വലുതാണ്, അല്ലേ? നമുക്കിപ്പോ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു കുഞ്ഞ് അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ടു, മരണപ്പെട്ടു. ഒരു വിശ്വാസിക്ക് അതിനെ അതിജീവിക്കാൻ, പിടിച്ചു നിൽക്കാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. വീഴാൻ പോകുന്നവന് ഊന്നുവടി പോലെ, നിലമ്പത്താൻ പോകുന്നവന് തൂങ്ങി നിൽക്കാനുള്ള വള്ളി പോലെ എന്തെല്ലാം ഉണ്ട്. ഞാൻ ശരിക്കും വിശ്വാസിയായി ജീവിച്ചാൽ എനിക്ക് എൻ്റെ കുഞ്ഞിനെ നാളെ സ്വർഗത്തിൽ വെച്ച് കാണാം. സ്വർഗത്തിന്റെ വാതിൽക്കൽ നിന്ന് ഉപ്പച്ചേ ഉമ്മച്ചേ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ അവൻ എന്നെ വിളിക്കും. ഞാനിത് സ്വബറാക്കിയാൽ എനിക്ക് നാളെ പരലോകത്ത് ഇതിന്റെ പേരിലൊരു വീടുണ്ട്. എൻ്റെ ഈ ചോർന്നൊലിക്കുന്ന വീട് മോന് നല്ല സാലറിയൊക്കെ കിട്ടി, അവൻ ശരിയാക്കട്ടെ എന്നൊക്കെ ചിന്തിച്ച്, അങ്ങനെ ചിന്തിക്കുന്നതിനിടക്കാണ് അവനെ നഷ്ടപ്പെടുന്നത്. എങ്കിൽ എനിക്ക് സ്വർഗത്തിലേക്ക് ഒരു വീട് കിട്ടാൻ അള്ളാഹു തന്ന പരീക്ഷണമാണ്. ഇങ്ങനെ പലതും ഒരു വിശ്വാസിക്ക് ചിന്തിക്കാൻ പറ്റും, അല്ലേ? അപ്പം ചില പോയിന്റുകൾ നമ്മുടെ മനസ്സിൽ കയറുമ്പോൾ അത് ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഉത്തരവും ആശ്വാസവുമാണ്. അത് തന്നെയാണ് ചരിത്രാവതരണം കൊണ്ട് യഥാർത്ഥത്തിൽ ഖുർആൻ ഉദ്ദേശിച്ചതും. അതുകൊണ്ട് ഇന്ന് നമ്മൾ പഠിക്കുന്നത്, ഈ മുഹറത്തിന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ പഠിക്കുന്നത് മൂസ അലൈഹിസ്സലാമയുടെ ചരിത്രത്തിൽ നിന്ന് വിശ്വാസികൾക്കുള്ള പാഠമാണ്. അതിലെ ഒരു പാഠം, പ്രതിസന്ധി എപ്പോഴും ഉണ്ടാവും നമുക്ക് എന്തെങ്കിലുമൊക്കെ, സാമ്പത്തികമായി, കുടുംബപരമായി, വ്യക്തിപരമായി, ബിസിനസ്സിൽ, രോഗം, ഇങ്ങനെ പലതും ഉണ്ടാകും. പ്രതിസന്ധി അനുഭവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകേണ്ട ഒരു മനോഗതം മൂസ അലൈഹിസ്സലാം പഠിപ്പിക്കുന്നുണ്ട്. എന്താണ്? അദ്ദേഹത്തിന്റെ ആളുകളെയും ഇല്ലാതെയാക്കാൻ ഫിറഔൻ അവസാനത്തെ പദ്ധതി ഉണ്ടാക്കുകയാണ്. വലിയ സൈന്യവുമായി ബനൂ ഇസ്രായേലുകളെ വേട്ടയാടാൻ പുറപ്പെടുകയാണ്. അപ്പൊ അവർ ഹിജറക്ക് വേണ്ടി വീടുകളിൽ നിന്ന് ഇറങ്ങി ഓടി 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 അവർ കടലിന്റെ അടുത്തെത്തുകയാണ്, സമുദ്രത്തിന്റെ മുന്നിലെത്തുകയാണ്. പിന്നിൽ നിന്ന് ഫിറഔനിന്റെ മഹാസൈന്യത്തിന്റെ ആരവങ്ങൾ കേൾക്കാം, കൊന്നു തള്ളവരെ, നശിപ്പിക്കവരെ, ഇന്ന് അവരുടെ അവസാനമാണ് എന്നൊക്കെ ഇങ്ങനെ ആർത്തു വിളിച്ചുകൊണ്ട് ആയുധ വിഭൂഷിതരായ ഒരു സംഘം ആളുകൾ ഇങ്ങനെ വരികയാണ്. നമുക്കൊരു ഒരു സെക്കൻഡ് സുഹൃത്തുക്കളെ മനസ്സിൽ സങ്കല്പിക്കാൻ പറ്റുമോ? അതിൽ പോണ ഒരു പട്ടിനെ കാണുമ്പോൾ അത് കടിക്കുമോ എന്നുള്ള പേടി നമ്മൾ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ആ പട്ടിനെ ആട്ടൽ തുടങ്ങും, അല്ലേ? അത്ര ഭയവിഹ്വലമായ മനസ്സുള്ള നമ്മൾ ആലോചിക്കുക, മുന്നിൽ ഇങ്ങനെ തിരമാലകൾ അലയടിക്കുന്ന മഹാസമുദ്രം, പിന്നിൽ മഹാസൈന്യവും. അവിടെ മൂസ അലൈഹി ഇസ്ലാമയെ വിശ്വസിച്ച ആളുകൾ പോലും അവരെ അസ്വസ്ഥരാകുന്നുണ്ട്. മൂസ അലൈഹി ഇസ്ലാമയെ വിശ്വസിച്ചവരെങ്ങനെ വിശ്വസിച്ചതാ?
നിങ്ങൾ നോക്ക്, മൂസാ അലൈഹി ഇസ്ലാമയോട് യുദ്ധം ചെയ്യാൻ വന്നവരാണ് അവര്, മത്സരിക്കാൻ വന്നവരാണ് അവര്. ബോധ്യപ്പെട്ടപ്പോൾ അവർ വിശ്വസിച്ചതാണ്. കണ്ടു നിന്ന കുറച്ച് ആൾക്കാരും കൂടി വിശ്വസിച്ചു. ബനു ഇസ്രായേലികളും കൂടെ നിന്നു. അങ്ങനെ അവര് കടപ്പുറത്തുനിന്ന് പറയാണ്, ഫലമാ തറാ അൽ ജംആനി, രണ്ട് സംഘങ്ങളും പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ ഖാല സഹാബ് മൂസ, മൂസയുടെ ആളുകൾ പറഞ്ഞു, ഇന്നാല മുദറക്കൂൻ, മൂസ നമ്മൾ പിടിക്കപ്പെട്ടു, ഇനി നമ്മൾ അവസാനത്തെ ദിവസമാണ് മൂസ. ചാഞ്ചല്യങ്ങളില്ലാതെ അദ്ദേഹം പറഞ്ഞ എന്താ? കെല്ല ഇന്ന മഅ റബ്ബി സയഹ്ദീൻ. അങ്ങനെയല്ല. കെല്ല എന്ന് പറഞ്ഞ വാക്കിന് വലിയ അർത്ഥമുണ്ട് അവിടെ. കെല്ല, നിങ്ങൾ ആ പറഞ്ഞ മാതിരിയല്ല. മുന്നിൽ മഹാസമുദ്രമുണ്ട്, പിന്നിൽ മഹാസൈന്യമുണ്ട്, ഇവരുടെ കയ്യിൽ ആയുധങ്ങളില്ല, ദുർബലരാണ്, ഇവരെല്ലാവരും രാജാവിന്റെ പ്രതിപ്പട്ടികയിലെ പുള്ളികളാണ്, ഈ പ്രവാചകനടക്കം. അവിടെ ഒരു ഒറ്റ വാക്കല്ല, നിങ്ങൾ ആ പറഞ്ഞ മാതിരിയല്ല. ഇന്ന മഅ റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബ് എന്തെങ്കിലും ഒരു വഴി കാണിക്കും, എന്റെ റബ്ബ്. അപ്പൊ സുഹൃത്തുക്കളെ, ഓരോ പ്രതിസന്ധിക്കും മുന്നിൽ വിശ്വാസിക്കുണ്ടാകേണ്ട മനസ്സെന്താ? ഇതിലൊക്കെ എനിക്ക് പടച്ചോനൊരു വഴി കാണിച്ചു തരൂ. പെട്ടെന്നൊരു സർജറി വരുമെന്ന് വിചാരിച്ചോളൂ നിങ്ങള്. നമ്മൾ ജന്മത്തിൽ ഒരു വട്ടം പോലും എണ്ണാത്തത്ര പൈസ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു കൂട്ടിക്കോളി, അല്ലേ? നമ്മളൊക്കെ ജന്മത്തിൽ എണ്ണിയ വലിയ സംഖ്യ നമുക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. നാട്ടുകാരതോ നമ്മളതൊക്കെ, നാട്ടുകാരതൊക്കെ പലപ്പോഴും എണ്ണീട്ടുണ്ടാവും, വലിയ പൈസ എണ്ണീട്ടുണ്ടാവും. പക്ഷെ സ്വന്തം പൈസ എണ്ണീട്ടുണ്ടാവില്ല. അത്ര വലിയൊരു എമൗണ്ട് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? അവിടെയാണ് ഇത് ശരിക്ക് വരണ്ടേ. ഇന്ന റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബ് എന്നെ വഴി കാണിക്കും, എനിക്കൊരു വഴി എന്റെ റബ്ബ് കാണിച്ചു തരും, അല്ലേ? അങ്ങനത്തെ ശുഭാപ്തി വിശ്വാസമുള്ള വ്യക്തിക്ക് അള്ളാഹ് ഓഫർ ചെയ്യണ എന്താണ്? ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലി ലറസഖകും കമാ യർസുഖു ത്വയ്ർ തഗ്ദു ഖിമാസൻ വതറൂഹു ബിതാന. എത്ര മനോഹരായിട്ടാണ് തവക്കുലിന്റെ സന്ദേശങ്ങളെ മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് പടച്ചോൻ ഇട്ടുകൊടുത്തത്. നിങ്ങളൊരു പക്ഷിയെ പോലെ ആകണം. ഈ ഹദീസ് ആദ്യമായിട്ട് കേൾക്കണവരൊന്നല്ലേ നമ്മള്, പക്ഷെ കേൾക്കുമ്പോ മറക്കലല്ലേ എന്റെയും ഇങ്ങളെയും പ്രശ്നം. നിങ്ങളൊരു പക്ഷിയെ പോലെ ആകുകയാണെങ്കിൽ ആ പക്ഷിന്റെ പ്രത്യേകത എന്താ? ആ പക്ഷി രാവിലെ വയറൊട്ടിയ നിലക്കാണ് അത് പറക്കുന്നത്. കിഴക്ക് നിന്നത് പടിഞ്ഞാറേക്ക് പറക്കാണ്. സൂര്യൻ ഉദിക്കുന്ന ദിക്കിൽ നിന്ന് സൂര്യൻ അസ്തമിക്കുന്ന ദിക്കിലേക്ക് അത് പറക്കാണ്. അതിനറിയില്ല എവിടെയാണ് അതിന്റെ അന്നം, എവിടുന്ന് കിട്ടും, എപ്പോ കിട്ടും, ഒന്നും അറിയില്ല. പക്ഷെ ഇന്നേ വരെ ഒരു പക്ഷിയും ഭക്ഷണം കഴിക്കാതെ അത് പിന്നെ തിരിച്ചു പോരുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. തഗ്ദു ഹിമാസൻ വതറൂഹു ബിതാന, വയറ് നിറച്ചത് തിരിച്ചു വരണം. ബിത്താൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് വയറ് നിറച്ച ആൾക്കാണ് പറയാ, അല്ലെ? ശരിക്ക് വയറ് നിറച്ച് അത് തിരിച്ചു വരികയാണ്. ആ പക്ഷിയെ പോലെ പക്ഷേ നിങ്ങൾക്ക് തവക്കുലാക്കാൻ പറ്റണം. എന്താ പക്ഷിന്റെ തവക്കുലിന്റെ പ്രത്യേകത? തവക്കുലാക്കിയത് ഇങ്ങനെ ഇരിക്കല്ല, ഒരു പണിയില്ലാതെ റോട്ടിൽ കൊണ്ട് ഇറങ്ങുക, എന്നിട്ട് കടത്തിണ്ണിയിൽ എങ്ങനെ ഇരിക്കുക, ഒന്നിനും റിസ്കിന് റെഡിയല്ല. 100 കണക്കിന് തൊഴിലുണ്ട് നമ്മുടെ നാട്ടില്. ജോലി ഇല്ല എന്ന് പറയുന്ന ആൾക്കാരോട് പറയാണ്, ഒരു ടയറും എത്ര പണിയുണ്ട്, ഒരു വണ്ടിന്റെ ഒറ്റ ടയറും എത്ര പണിയുണ്ട് എന്നാലോചിച്ചോ കണി. ഒരു വണ്ടിന്റെ ഒറ്റ ടയറുമേ എന്തെല്ലാം പണിയുണ്ട്, അല്ലേ? അലൈൻമെന്റ് സെറ്റ് ചെയ്യൽ മുതൽക്ക് പഞ്ചർ അടക്കണിന്റെ ഇടക്ക് എന്തൊക്കെ ഉണ്ട്, അത് ആ കടി പോയിക്കോളി നിങ്ങൾ അറിയുമോണ്ട്. ഇപ്പൊ ഇവിടെ തൊഴിലുണ്ട്. ആ പക്ഷി ചെയ്യണ അതാണ്, അന്വേഷിക്കുകയാണ് തൊഴിൽ. ചിലപ്പോ ഒരു തൊഴിലുണ്ടാകും, ആ തൊഴിലിന്റെ അപ്പുറത്തേക്ക് ചില ആളുകൾ ഒരിക്കലും ചിന്തിക്കൂല. എനിക്ക് എൻ്റെ റിസ്ക് ഇത്തിരി വർദ്ധിക്കണം, എനിക്ക് ഹലാല് കഴിക്കണം, സന്തോഷത്തോടെ ജീവിക്കണം, പാപ്പാനും മാനും പോറ്റണം, മക്കളെ പോറ്റണം എന്ന ലക്ഷ്യത്തോടെ അതിങ്ങനെ ഉള്ളിലൊരു പ്രാർത്ഥനയാക്കി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന തൊഴിലിന്റെ ഉപരി ഇങ്ങനെ അന്വേഷിച്ച് തരും. എന്നാല് ഒന്നിലും നിൽക്കാത്തവരും ഉണ്ട് നമ്മുടെ നാട്ടില്, അല്ലെ? പണ്ടൊരാൾ പറഞ്ഞു, ഒരുത്തങ്ങനെ പച്ചക്കറി ഇങ്ങനെ വെക്കാണ്, അപ്പൊ അതിലൊരു നെല്ലിക്ക വെക്കണ വണ്ടി ഇങ്ങനെ പോയി. അപ്പൊ ഉടനെ ഒരാൾ പറയണ, തമാശയായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാണ്, ഇപ്പൊ മിക്കവാറും അവനാ നെല്ലിക്ക വണ്ടി നമുക്ക് നോക്കിയോണ്ട് നാളെ മുതൽ നെല്ലിക്ക കച്ചവടി കയറും, ഒന്നിലും നിൽക്കൂല, എല്ലാം അക്കരെ പച്ച കണ്ടു പോണവരുണ്ടാവും. അതുകൊണ്ട് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഹലാലിന് വേണ്ടി അന്വേഷിക്കുന്ന ഒരാളെയും സുഹൃത്തുക്കളെ പടച്ചോൻ രക്ഷപ്പെടുത്താതിരിക്കൂല. പക്ഷെ നമുക്ക് 100 നിബന്ധനയാണ്. അഭിമാന പ്രശ്നങ്ങൾ, പലജാതി ചോദ്യങ്ങൾ, പലജാതി ചിന്തകൾ, അതിന്റെ നടുക്കെന്ന് ചിലപ്പോൾ നമ്മളെ മോചിതരാകാൻ ശൈത്താൻ സമ്മതിക്കൂല. ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അപ്പോ എന്താണ് മൂസ അലൈഹി ഇസ്ലാമയുടെ ചരിത്രത്തിൽ നിന്ന് കിട്ടുന്ന ഒന്നാമത്തെ പാഠം? പ്രതിസന്ധി അനുഭവിക്കുന്ന ആള് മൂസ അലൈഹി ഇസ്ലാമയും സമൂഹവും ആ കടപ്പുറത്ത് നിന്നാണ്ട് ആലോചിച്ചാൽ മതി. എന്നിട്ട് എൻ്റെ റബ്ബ് എനിക്ക് വഴി കാണിക്കുമെന്ന് ചിന്തിക്കണം. 2, റബ്ബിന്റെ പ്ലാന് പൊളിക്കാൻ ഒരാൾക്കും പറ്റൂല. റബ്ബൊരു വിധി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വിധി മറികടക്കാനും പറ്റൂല. എന്താ നോക്കൂ നിങ്ങൾ, ഫിർഔന് മുഴുവൻ കുട്ടികളെയും കൊന്നത് എന്തിനാണ്?
ഫിറഔൻ ജനിച്ച മുഴുവൻ കുട്ടികളെയും കൊന്നത് അയാൾ കണ്ടൊരു സ്വപ്നത്തിന്റെ പ്രതികരണമായിട്ടാണ്. അയാൾ ഏതോ ഒരു കുട്ടി വന്ന്, ബനു ഇസ്രായേലികളിൽപ്പെട്ട ഒരു ആൺകുട്ടി വന്ന്, അവൻ വളർന്നു വലുതായി അയാളുടെ രാഷ്ട്രത്തെ ഭസ്മമാക്കുന്നത്, നശിപ്പിക്കുന്നത്, ഇല്ലാതെയാക്കുന്നത്, തകർക്കുന്നത്, അധികാരത്തിന്റെ അന്ത്യം കുറിക്കുന്നത് സ്വപ്നം കണ്ടപ്പോ ജ്യോത്സ്യന്മാര് അതിന് വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തപ്പോ അയാൾ എന്ത് തീരുമാനിച്ചു? ഇനി ബനു ഇസ്രായേലുകളിൽ ഒരു ആൺകുട്ടിയും ജനിക്കണ്ട. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കഴുത്തറുത്തു. എന്തൊക്കെ ചെയ്തത്? പ്ലാനിങ് നോക്കൂ നിങ്ങൾ. ഇന്ന ഫിർഔന അലാ ഫിൽ അർളി, ഫിർഔൻ നാട്ടിൽ ഔന്നിത്യം നടിച്ചു. വജഅല അഹ്ലഹ ശിയഅ, ആ നാട്ടുകാരെ പല ഗ്രൂപ്പാക്കി തിരിച്ചു. ഭിന്നിപ്പിച്ച് ഭരിക്കാറാണ് ബ്രിട്ടീഷുകാരും നമ്മുടെ നാട്ടിലെ ഫാസിസ്റ്റുകളും മാത്രമൊന്നും എടുത്തല്ല. ലോകത്തെ ഏറ്റവും ശക്തനായ, ഏറ്റവും വലിയ ഏകാധിപതി, ഏറ്റവും ശക്തനായ ഏകാധിപതി, ആ ഏകാധിപതി ആരാണ്? ഫിറഔനാണ്. ആ ഫിറൗൻ എടുത്തതാണ്. ഭിന്നിപ്പിച്ചു. മിൻഹും, അവരിൽപ്പെട്ടവരെ ദുർബലരാക്കി. എന്നിട്ടോ യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹീ നിസാഅഹും, അവരുടെ കൂട്ടത്തിൽപ്പെട്ട പെൺമക്കളെ കൊല്ലുകയും അവരുടെ കൂട്ടത്തിൽപ്പെട്ട പെൺമക്കളെ ജീവിക്കാൻ അനുവദിക്കുകയും ആൺമക്കളെ കൊല്ലുകയും ചെയ്തു. ഈ ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, അവൻ ഏറ്റവും വലിയ കുഴപ്പക്കാരനായിരുന്നു. പക്ഷേ ഇത് മുഴുവൻ ചെയ്തിട്ട് എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല, അല്ലേ? അവന്റെ പദ്ധതി ഒന്നും നടന്നിട്ടില്ല. അവന്റെ പദ്ധതി ഒന്നും നടന്നിട്ടില്ല. കൃത്യം പടച്ചോൻ ഉണ്ടാക്കിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാന് പടച്ചോൻ നടപ്പിലാക്കി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ ചൊല്ലുന്ന ഒരു ദിക്റുണ്ട്. ആ ദിക്റിലുണ്ട് ഇതിന്റെ ഒക്കെ മാന. പക്ഷെ ആ ദിക്ർ അങ്ങനെ ചൊല്ലിപ്പോകലാണ്, യാന്ത്രികമായി ചൊല്ലല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. ഇത് ഉള്ളിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരൂല, അയാൾ ഡിപ്രഷനിലേക്ക് പോകൂല, അയാളെ ഡിപ്രഷന് മെഡിസിൻ എടുക്കേണ്ടി വരൂല. അതിന്റെ അർത്ഥം ഡിപ്രഷന് മെഡിസിൻ എടുക്കാൻ പാടില്ല എന്നല്ല. മെഡിസിൻ എടുക്കേണ്ട ഒരു സ്റ്റേജ് ആയിട്ടുണ്ടെങ്കിൽ മെഡിസിൻ എടുക്കണം. മെഡിസിൻ എടുത്ത് അതിൽ നിന്ന് പൊങ്ങി വരണം. പക്ഷേ ഈ ഇംഗ്ലീഷ് ക്യാപ്സൂളിലാണ്, അല്ലെങ്കിൽ ഈ ആയുർവേദത്തിന്റെ, അല്ലെങ്കിൽ ഈ ഹോമിയോപ്പതിന്റെ, അല്ലെങ്കിൽ ഈ നാച്ചുറോപ്പതിന്റെ ഈ വായിന്റെ ഉള്ളിൽ കിടന്നിലാണ് എല്ലാ പരിഹാരവും നല്ല വിചാരിക്കേണ്ടത്. അതൊരു കാരണമാണ്. പരിഹാരം പടച്ചോൻ തരേണ്ടതാണ്. എന്റെ റബ്ബാണ് ശിഫ തരുന്നത് എന്നാണ്. ആ ശിഫക്കുള്ള പരിഹാരമാണ് എടുക്കുന്നത്. അപ്പൊ ശരിക്ക് മാനസികമായി തകരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള വലിയ പരിഹാരത്തിന്റെ ആത്മീയ പരിഹാരം ഇസ്ലാം പഠിപ്പിച്ചത്ര വേറെ ആരാ പഠിപ്പിച്ച്? അതിലൊന്നെന്താ? ഗമ്മിന്റെയും ഹമ്മിന്റെയും മനോദുഃഖത്തിന്റെയും കാരണമറിയണ ദുഃഖങ്ങൾ ഉണ്ടാകും, കാരണമറിയാത്ത പ്രയാസങ്ങൾ ഉണ്ടാകും. എന്താ അറിയില്ല, ഇവിടെ ഒരു ഇടങ്ങാറാണ് അറിയാം നമ്മള്, അല്ലേ? എന്താ അറിയില്ല, ഇവിടെ ഒരു ഇടങ്ങാറാണെന്ന് അറിയാം. ഇതിന് രണ്ടിനുള്ള ധാരാളം ദിക്റുകൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദിക്റുകൾ നമ്മൾ പഠിക്കണം. അത്തരം ദിക്റുകൾ നമ്മൾ പഠിക്കണം. അത്തരം ദിക്റുകൾ നമ്മൾ ചൊല്ലണം. അത് ഒരു പരിഹാരമായി ചൊല്ലണം. ഓർമ്മ വരുമ്പോൾ ചൊല്ലല്ല, അതിന് സമയം കണ്ട് അത് പ്രത്യേകം ചൊല്ലണം. ഒന്നതാണ്. രണ്ട്, ഈ പ്രയാസങ്ങൾ നീങ്ങാനുള്ള പ്രത്യേക ദിക്റുകളുണ്ട്. ഇപ്പൊ അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല, അല്ലാഹുമ്മ അൻത തജഅലുൽ ഹുസ്ന സഹ്ല. ഒരു മനോഹരമായ ദിക്റാണ്, നല്ല അനുഭവമുള്ള ഒരു ദിക്റാണ്. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല. പടച്ചോനെ, ഏത് പ്രയാസവും എളുപ്പാക്കാൻ കഴിയണോ നീയാണ്. മാത്സ് ഒരു കുട്ടിക്ക് പഠിച്ചിട്ട് പഠിയണില്ല, എന്താ ചെയ്യേണ്ടത്? മാത്സ് പഠിക്കാനിരിക്കണതിന് മുമ്പ് ടീച്ചർ ക്ലാസ് കയറിയതിനു ചൊല്ലുക അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല. അല്ലാഹുവേ, നീ എളുപ്പമാക്കുന്നത് മാത്രമേ എളുപ്പമാകുള്ളൂ. നീ ആണെങ്കിലോ എല്ലാ ദുഃഖങ്ങളെയും എളുപ്പമാക്കണവനാണ്. വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 20-25 വർഷങ്ങൾക്ക് മുമ്പായിരിക്കും, ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് ഒരു വേദിയിൽ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ, ഭയങ്കര ഒച്ചിട്ട് പ്രസംഗിക്കുന്ന കാലമാണ്, നമ്മൾ പ്രസംഗങ്ങൾ തുടങ്ങുന്ന കാലമാണ്. അപ്പോൾ ഭയങ്കര ഒച്ചില്ല പ്രസംഗിക്കുക. ഒച്ചർ പോയി ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ ബാങ്ക് കൊടുത്തു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എനിക്ക് വളരെ ബഹുമാനമുള്ള നമ്മുടെയൊക്കെ പ്രസംഗങ്ങളെ ഇപ്പോഴും വിലയിരുത്തുകയും അതിലെ കുഴപ്പങ്ങളും തകരാറുകളും ഒക്കെ ഇങ്ങനെ നമ്പർ ഇട്ട് എണ്ണി പറഞ്ഞു തരുകയും ചെയ്യുന്ന ഒരു വലിയ മനുഷ്യനുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. അപ്പം ഒപ്പര് പറഞ്ഞു, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ചൊല്ലാനുള്ള ദിക്ർ അറിയുമെന്ന് ചോദിച്ചു എന്നോട്. ഇല്ലായിരുന്നു. ഒരു ഗ്ലാസ് വെള്ളം എന്നിട്ട് കുടിച്ചു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ ദിക്റാണ് ചൊല്ലിക്കോന്ന് പറഞ്ഞു. ഞാൻ ആ വേദിയിൽ വെച്ച് ഹിഫ്ളാക്കിയതാണ് ഈ ദിക്ർ, അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഈ അടുത്ത കാലത്ത് എപ്പോഴോ ഒരിക്കൽ നന്നായി ജലദോഷം പിടിച്ച് തൊണ്ട പോയി എന്നല്ലാതെ എൻ്റെ തൊണ്ട പിന്നെ പോയിട്ടില്ല. ഇനി പോകില്ലാന്നൊന്നും ഞാൻ പറയണില്ല. ആ ദിക്റിന്റെ പവറിലാണ് ഞാൻ ഐസ്ക്രീം നല്ലോണം കഴിക്കുന്ന ആളാണ്. പ്രസംഗിക്കണതിന് മുമ്പ് വരെ ഐസ്ക്രീം കഴിക്കും. മാതൃക ഒന്നുമില്ലേ. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് അന്നത്തെ ദിക്ർ ഫലിച്ചതാണ്. അപ്പൊ ദിക്റിന് അങ്ങനെ ഒരു ശക്തി ഉണ്ട്, വല്ലാത്തൊരു ശക്തി ഉണ്ട്. പക്ഷെ ഈ ദിക്ർ എന്താകണമെന്നറിയോ?
ആരെങ്കിലും എവിടെങ്കിലും എഴുതി വെച്ച അറബി കിതാബ് എടുത്ത് കണ്ട് ഏടെടുത്ത് കണ്ട് ചൊല്ലരുത്. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച ദിക്ര ചൊല്ലാവൂ. ഞമ്മക്കൊക്കെ തോന്നി അറിയാം. ഞാൻ കഴിഞ്ഞ എൻ്റെ ഖുതുബകളിലൊക്കെ പറഞ്ഞ എന്താണ് നല്ലതല്ലേ എന്ന് വിചാരിച്ച് കുറേ സാധനം സിലബസ് കൊണ്ടുവരും. അതൊന്നും അള്ളാന്റെ റസൂലിന്റെ സിലബസിൽ ഉണ്ടാവില്ല, പഠിച്ചം പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഇസ്ലാം പഠിപ്പിച്ച അദ്കാറുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ പരിഹാരങ്ങൾ ഉണ്ടാകും. ഇനി നോക്കൂ നിങ്ങൾ, മൂന്നാമത്തെ ഒരു പാഠം എന്താണ്? മൂസാ അലൈഹി ഇസ്ലാമിയുടെ ജീവിതത്തിൽ മൂന്നാമത്തെ പാഠം റബ്ബിന്റെ തന്ത്രങ്ങളിൽ നമുക്ക് പ്രതീക്ഷ വേണം എന്നുള്ളതാണ്. ഇല്ല, ഇപ്പൊ നമ്മള് കഴിഞ്ഞൊരു 3-4 മാസം മുമ്പ് നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താ? കോടതി മുഴുവൻ അങ്ങനെയാണ്, പിന്നെ പാർലമെന്റ് ഫുൾ അങ്ങനെയാണ്, പോലീസ് ഫുൾ അങ്ങനെയാണ്, അതങ്ങനെയാണ്, ഇങ്ങനെയാണ്, പ്രതിപക്ഷത്തിന് ശക്തിയില്ല, ഭയങ്കര നിരാശയിൽ, ഇനി ഒരിക്കലും രക്ഷപ്പെടൂല. US UK പോയി താമസിക്കാൻ അവസ്ഥ അന്വേഷിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായ ചില പ്രൊഫഷണലുകളൊക്കെ എനിക്കറിയാം. മൂപ്പരതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്, നിങ്ങൾ മൂപ്പരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ ചില ആളുകളുടെ കുടുംബിനികളൊക്കെ വിളിച്ചതൊക്കെ ഇപ്പൊ ഞാൻ ഈ നിമിഷത്തിൽ ഇങ്ങനെ ഓർക്കണം. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു 4 മാസം അപ്പുറവും അതിന്റെ ശേഷവും നമ്മൾ തമ്മിലുള്ളൊരു മാനസികാവസ്ഥയിൽ നിങ്ങൾക്ക് വ്യത്യാസം തോന്നുന്നുണ്ടോ? ചില ആൾക്കാർ പറയാം അതൊക്കെ കണക്കന്നെ. കാരണം എന്താ അറിയോ, ഒരിക്കലും ജീവിതത്തിൽ പോസിറ്റീവായി ചിന്തിക്കാൻ കഴിയാത്ത ചില ദൗർഭാഗ്യവന്മാരുണ്ട്. പ്രതീക്ഷകളിൽ ഒരിക്കലും അവർ ജീവിക്കൂല. അപ്പോൾ അവരെപ്പോഴും കുണ്ടലാണ്ടാകുക, എന്ത് കാര്യത്തിലും നിരാശപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക ചെയ്യുക. ശരിക്ക് പാർലമെന്റ് സെഷനൊക്കെ ഒന്ന് എടുത്ത് വീഡിയോ കാണണം. നിങ്ങൾക്ക് ഹിന്ദി ഒന്നും അറിയണ്ട, ഒരു ഹിന്ദി അറിയണ്ട, ശരിക്കും മനസ്സിലാവും എന്താണ് 4 മാസം തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഫിർഔൻ ആ കുട്ടിയെ കൊല്ലാൻ തീരുമാനിച്ചു. എന്താ അവസാനം സംഭവിച്ചത്? മൂസാ അലൈഹി ഇസ്ലാം എന്ന് പറഞ്ഞ കുട്ടിയെ ഫിറൗന്റെ മുന്നിലേക്ക് പടച്ചോൻ ഇങ്ങനെ എത്തിച്ചിട്ട് ഫിറൗന്റെ ബെഡ്റൂമിലാ പിന്നെ ഈ കുട്ടി കിടന്നുറങ്ങണത്. ഫിറൗന്റെ ചെലവിലാണ് വളരുന്നത്. ഈ കുട്ടിയുടെ ഉമ്മ പാല് കൊടുക്കുകയാണ്. ഈ കുട്ടിയുടെ ഉമ്മ കൊടുക്കണ പാലിന്റെ ചെലവ് ആരാ കൊടുക്കണേ? ഫിറൗന കൊടുക്കണേ. കുട്ടി പാലുടിക്കണില്ല, കുട്ടി ഒരാളുടെയും പാലുടിക്കണില്ല. അപ്പൊ കുട്ടിക്ക് എന്തു പറ്റി എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഉമ്മ മകളെ വിട്ടിട്ടുണ്ട്, ഉഖ്തനെ വിട്ടിട്ടുണ്ട്. അപ്പൊ ആ ഉഖ്ത് പറയാണ്, ഞാൻ നിങ്ങൾക്ക് ഒരാൾ പറഞ്ഞാൽ ഒരു സ്ത്രീ ഉണ്ട്, അവര് പാല് കൊടുത്താൽ കുടിക്കും, വേഗം കൊണ്ടിരുന്ന് പറഞ്ഞു. കുട്ടിന്റെ കരച്ചിൽ സഹിക്കാഞ്ഞിട്ട് ഫിറൗന് തന്നെ വല്ലാത്ത ഒരു കനിവ് ഈ കുട്ടിന്റെ ഉള്ളിൽ ഇട്ടെടുത്തു എന്നാണ് തഫ്സീറുകളിൽ കാണാം. ഫിറൗനിന്റെ ഭാര്യ ആസിയ ബീവി റളിയല്ലാഹു അൻഹ അവരും ഇങ്ങനെ അസ്വസ്ഥയാകുകയാണ്. അപ്പോഴാണ് ഒട്ടും പരിചയമല്ലാത്ത ഭാവത്തിൽ ഈ കുട്ടിനെ അങ്ങോട്ട് വാങ്ങിയിട്ട് പാൽ കൊടുക്കണം. ഞങ്ങളോട് താമസിച്ചോളിയാറ്. രാജകീയ സൗകര്യങ്ങളോട് കൂടെ രാജാവിന്റെ ചെലവിൽ ആ കുട്ടി വളർന്നു. ഈ കുട്ടി ഒരു അത്ഭുത കുട്ടിയാണെന്ന തോന്നൽ അയാളുടെ മനസ്സിൽ പലവരും ഉണ്ടായിട്ടുണ്ട്. കൊന്നുകളയാൻ വേണ്ടിയൊക്കെ ആലോചിച്ചിട്ടുണ്ട്. അപ്പോ ചരിത്രത്തിൽ കാണാം, മൂസാ അലൈഹി ഇസ്ലാമിയുടെ നാവിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നതാണ്. ആ ബുദ്ധിമുട്ട് എങ്ങനെ ഉണ്ടായത്? അതിൽ ചരിത്രത്തിൽ കാണുന്ന ഒരു വായന ഫിറൗൻ ടെസ്റ്റ് ചെയ്തതാണെന്നാണ്. ഞാൻ തീക്കട്ടയും വെക്കും, ഈത്തപ്പഴവും വെക്കും. ഈ കുട്ടി ഈത്തപ്പഴം എടുത്ത് കഴിക്കുകയാണെങ്കിൽ ഈ കുട്ടിക്ക് സാധാരണ ഒരു കുട്ടിയെക്കാളൊക്കെ തിരിച്ചറിവുണ്ട് എന്ന് മനസ്സിലാക്കണം. കുട്ടി ഈ തീക്കട്ട എടുത്ത് ചുണ്ടിലേക്ക് വെച്ചു എന്നാണ്. അങ്ങനെയാണ് നാവിന് തകരാറ് വന്നതെന്നാണ്. അപ്പൊ ഓരോ സ്ഥലത്തും പടച്ചോന്റെ പ്ലാന് വളരെ കൃത്യമായി സംഭവിക്കുകയും ഫിർഔൻ അത് തിരിച്ചടിയാവുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. വൗഹൈന ഇലാ ഉമ്മി മൂസ അൻ അർളിഇഹി ഫഇദ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യം വലാ തഖാഫി വലാ തഹ്സനി ഇന്നാ റാദൂഹു ഇലൈകി വജഅലൂഹു മിനൽ മുർസലീൻ. സൂറത്തു ഖസസിന്റെ ആരംഭം മുതൽ ഈ ചരിത്രങ്ങളാണ് പറയുന്നത്. എന്താണ്? വലാ തഖാഫി വലാ തഹ്സനി, പേടിക്കണ്ട, വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. കുഞ്ഞിനെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും, കുഞ്ഞിനെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും എന്ന് പറയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു പെട്ടിയിൽ കുഞ്ഞിനാക്കിയിട്ട് എന്താ ഔഹൈന ഇലാ ഉമ്മി മൂസ, മൂസയുടെ ഉമ്മാക്ക് നാം വഹ്യു കൊടുത്തു. അനിഖ്ദി ഫീഹി ഫിത്താബൂതി ഫഖ്ദി ഫീഹി ഫിൽ യം, ഒരു പെട്ടിയിൽ ആ കുഞ്ഞിനാക്കിയിട്ട് ആ കുഞ്ഞിനെ ഒഴുക്കിക്കളയണം എന്ന് അല്ലേ? അപ്പോഴോ ആ പെട്ടി എടുത്തിട്ട് ആ ഉമ്മ പോണ ഒരു മനോഗതം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ പെട്ടി നൈലിന്റെ ഓളങ്ങളിലേക്ക് വെച്ച് നൈലിന്റെ ഓളപ്പരപ്പുകളിൽ ഇങ്ങനെ ആടി ഉലഞ്ഞ് അത് ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ മുന്നിലെത്തി പട്ടാളക്കാരത് എടുത്തിരിക്കുന്നു എന്നൊരു ഉമ്മ അറിയാണ്. അവരുടെ മനോഗതങ്ങൾ ആലോചിച്ച് നോക്ക്. പക്ഷേ പടച്ചവൻ ചില ഹിക്കുമത്തുകൾ എല്ലാറ്റിലും പ്രയോഗിക്കും. പടച്ച റബ്ബ് ഒരു ഹിക്കുമത്ത് എല്ലാറ്റിലും പ്രയോഗിക്കും. അപ്പൊ നമുക്കിപ്പോ ഫലസ്തീനിൽ പടച്ചോന്റെ ഒരു ഹിക്കുമത്ത് ഉണ്ട്. എല്ലാറ്റിലും ഹൈറുണ്ട് നമ്മൾ പറയും അല്ലേ? ചില ആളുകൾക്ക് ചോദിക്കും, എന്റെ കുട്ടി മരിക്കണില്ല ഹൈറോ, എന്റെ ഭർത്താവ് മരിച്ചില്ല ഹൈറോ. ഒരാൾ ആശ്വസിപ്പിക്കുമ്പോ അങ്ങനെ എന്തിക്കും,
മഹദിയായ ഉമ്മുസലമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഉമ്മുസലമ റളിയല്ലാഹു അൻഹയും അബൂസലമയും ഒന്നിച്ച് ഹിജറ പോകാൻ തീരുമാനിച്ചു. അല്ല കൂട്ടരെ, എന്തിനാണ് ഈ ഹിജറ ഉണ്ടായത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഹിജറിനെ കുറിച്ചുകൂടി പറയേണ്ട കാലാണിത് അല്ലേ? എന്തിനാ ഹിജറ ഉണ്ടായത്? വിശ്വസിച്ച നിലപാടിൽ, മനസ്സിലാക്കിയ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ഒരു ജനത തീരുമാനിച്ചപ്പോൾ ആ ജനതക്കുണ്ടായ പ്രതിരോധമാണ്. നമുക്ക് പല ആളുകൾക്കുള്ള വേജാർ എന്താ? നമുക്ക് കുറെ കാര്യം മനസ്സിലായിട്ടുണ്ട്, ആ മനസ്സിലായ കാര്യം അപ്പടി നടപ്പിലാക്കിയ വീട്ടിൽ പ്രശ്നമാവും, നാട്ടിൽ പ്രശ്നമാവും, മരിച്ച ആരാ കൊണ്ടുപോകുക, കല്യാണം ആരാ നടത്തി തരിക, ഇങ്ങനെ പ്രയാസം എൻ്റെ അടുത്ത് വ്യക്തിപരമായി ചോദിച്ച ആളുകൾ ഇവിടെ ഇരിക്കണില്ലേ? അവർക്കും കൂടിയുള്ള ഉത്തരാണ് ഞാൻ പറയണത്. ഈ പടച്ചോനിൽ തവക്കലാക്കാറ പിന്നെ എന്താ? അതിശക്തമായ നിലപാട് സ്വീകരിച്ചപ്പോ അബൂസലമി ഉമ്മുസലമി യാത്രക്ക് ഒരുങ്ങുമ്പോൾ മുമ്പ് ആ ചരിത്രം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നീട്ടി പറയണില്ല. ഉമ്മുസലമന്റെ കുടുംബക്കാർ അവരെ പിടിച്ചോണ്ടേ. അബൂസലമ അങ്ങെത്തി. ഉമ്മുസലമ പക്ഷേ അങ്ങനെ നാട്ടിലും കുടുംബത്തിലും ഇനിയിപ്പോ ആങ്ങളിന്റെ കീഴിലല്ല ജീവിക്കണ്ടേ, ഇനി ഭർത്താവിന്റെ കീഴിലല്ലല്ലോ, ഒതുങ്ങിക്കൊടുത്തില്ല. അവർ കരഞ്ഞിരുന്നു. ഭർത്താവിന്റെ വീട്ടുകാർ വന്നിട്ട് മകനെ പിടിച്ചോണ്ടോയി. ഞങ്ങളെ കുട്ടിന്റെ കൂടെ വിടാൻ പറ്റില്ല, ഞങ്ങളെ കുട്ടീനെ തെരിയെന്ന് പറഞ്ഞു. ഞങ്ങളെ കുട്ടി ഓളെ ഭർത്താവാണ്, കൂടെ വിടാൻ പറ്റില്ല, ഈ കുട്ടിനെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. കുട്ടീനെ കൊണ്ടുപോയി. പക്ഷെ അവർ പിടിച്ചു നിന്നു. അവസാനം കുടുംബക്കാർക്ക് മനസ്സിലായി ഒതുങ്ങൂലാന്ന്. അപ്പൊ ഏതോ യാത്രാ സംഘത്തിന്റെ കൂടെ അവർ പറഞ്ഞയച്ചു. അവിടെ എത്തുമ്പോ അബൂസലമ ശരീരത്തിൽ പരിക്കേറ്റ് മുറിവ് പറ്റി മരണവക്രത്തിലായിരുന്നു. മരിച്ചു കിടക്കുന്ന അബൂസലമയുടെ അരികിൽ തീരാവേദനകളുടെ കടലിടിക്കുന്ന ഹൃദയവും കൊണ്ട് കഴിയുന്നൊരു മധ്യവയസ്കത പിന്നിട്ട വാർദ്ധക്യത്തിലേക്ക് യാത്ര ചെയ്തെത്തിയ ഉമ്മുസലമ റളിയല്ലാഹു അൻഹയുടെ ഉമ്മുസലമ പറഞ്ഞ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ കാണുകയാണ്. കാണുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, നീ പറയണം അല്ലാഹുമ്മ ഫീ മുസീബത്തി വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ. നമ്മളൊക്കെ ചൊല്ലേണ്ടാണ്. നമ്മളെ കട കത്തിപ്പോയി, അല്ലാഹുമ്മ ഫീ മുസീബത്തി വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ. നമ്മളെ വണ്ടി ഇടിച്ചു, അല്ലാഹുമ്മ ഫീ മുസീബത്തി വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ. നമ്മളെ വാപ്പ മരിച്ചു, അല്ലാഹുമ്മ ഫീ മുസീബത്തി വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവേ, എനിക്ക് ബാധിച്ച ഈ ദുരന്തത്തിന് ഒരു കൂലി കിട്ടാണ്ട് ഞാൻ സബറാക്കിയാൽ, എന്താണെങ്കിലും റബ്ബർ കത്തിപ്പോയി, കൂലിട്ടാണ്ട്. അടുത്ത ദിവസം റബ്ബർ വെട്ടാൻ പറ്റുണ്ടാവില്ല, പക്ഷെ അതിലേറെ വലിയ കൂലി കിട്ടാണ്ട് വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ, ഇതിലേറെ വലുത് എനിക്ക് തരണം, ഇതിലേറെ ഖൈറായത് എനിക്ക് തരണം. നബി എന്നോട് ഇത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ചു, ഈ വയസ്സായ ഈ വിധവയെ ഇനി ആര് ഏറ്റെടുക്കാനാണെന്ന് ഞാൻ ആലോചിച്ചു. പിന്നെ എന്താ ചരിത്രം കണ്ടത്? മുത്ത റസൂലുള്ളാഹിയുടെ ബെഡ്റൂമിലെ ഭാര്യയായി, വിശ്വാസികളുടെ ഉമ്മയായി അവർ മാറുകയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ ആലോചിക്കണം, നമ്മൾ എന്ത് ചെയ്യണം? ഒരാൾ നമ്മളോട് പറയാം അതിലൊക്കെ ഖൈർ ഉണ്ട് എന്ന് അറിയുമ്പോൾ, ഇപ്പോൾ ഫലസ്തീനികളുടെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിക്കുന്ന പോലെ ഖൈർ ഉണ്ട് എന്ന് അറിയുമ്പോൾ എന്താ ഖൈർ ഉണ്ട് ഇസ്ലാമിനയിൽ. ഞാൻ എൻ്റെ ഈദിന്റെ സമയത്ത് ഖുത്ബയിൽ പറഞ്ഞിരുന്നു, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നാണ് ആ കുട്ടികളൊക്കെ പറയണേ. നിങ്ങൾ കണ്ടിട്ടില്ലേ? എത്ര മനോഹരമായിട്ടാണ് അവര് ദുരന്തങ്ങളിൽ സൊബറാക്കണിന്റെ ഹദീസുകൾ ഉദ്ധരിക്കണേ. നമ്മൾ കാണുന്ന റീല് ചിലപ്പോൾ ഉണ്ടാവില്ല. റീലിന്റെ പ്രത്യേകത, ഏതെങ്കിലും സിനിമ നടന്റെ റീല് കണ്ടാൽ പിന്നെ അതാണ് സജഷൻ വരിക. അവിടുന്ന് കാണുന്ന കണ്ണു നനക്കുന്ന കാഴ്ചകളുണ്ട്, ചങ്കുപൊട്ടുന്ന കാഴ്ചകളുണ്ട്. ഇത് കണ്ടിട്ട് യൂറോപ്പില് സെലിബ്രിറ്റികൾ പലരും ഇസ്ലാം സ്വീകരിച്ചു. ഈ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീലിന് ആകാശത്ത് നിന്ന് ഇടിമുഴക്കം പോലെ തീ ഇങ്ങനെ അഗ്നി ഇങ്ങനെ വർഷിച്ചു കൊണ്ടിരിക്കുന്നതിനിടക്കും ബോംബുകളെ മാറി ജീവിക്കുന്ന മനുഷ്യരുടെ ആ കരുത്തിന്റെ മുന്നിൽ അതിന്റെ കാരണം പഠിച്ച്, അള്ളാനെ പഠിച്ച് ഇസ്ലാം സ്വീകരിച്ച എത്ര ആളുകളുണ്ട്. നമ്മൾ ചിലതിൻ്റെ ഒന്നും ഹൈർ കാണില്ല എന്നേ ഉള്ളൂ. പലതിനും പല നിലക്കുള്ള ഹൈറുകൾ നമ്മുടെ കൺമുന്നിലൂടെ പ്രിയപ്പെട്ടവരെ കടന്നു പോകുന്നുണ്ട്. അപ്പോ മറ്റൊരു കാര്യം ഇതാണ്, അള്ളാഹുവിന്റെ ഹിക്മത്ത് അള്ളാഹ് പ്രയോഗിച്ചുള്ള നമുക്കതിൽ പ്രതീക്ഷ വേണം. എപ്പോഴും പ്രതീക്ഷിക്കുന്നവരാക്കി മാറുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം എന്താ അറിയോ? പടച്ചോന്റെ തൗഫീഖിന് വലിയ പ്രാധാന്യമുണ്ട്. അതിനാ എന്തിലും തൗഫീഖ് കിട്ടാനാ പ്രാർത്ഥിക്കണ്ടേ. തൗഫീഖ് കിട്ടാൻ എന്താ? പടച്ചോന്റെ തൗഫീഖ് കിട്ടിയാൽ ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല. അപ്പം ഫലസ്തീനികൾക്ക് അങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാ? അവർക്ക് തൗഫീഖ് കിട്ടണോണ്ടാണ്. നമുക്കൊരു മൈഗ്രെയിൻ വന്നാലേ നമ്മള് 1.5 ദിവസം അവിടെ ലീവ് ഒക്കെ എടുത്ത് കടന്ന് സീനായി അല്ലേ? എന്തെങ്കിലും ചെറിയ വിഷയം വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. ഒരു വാപ്പ മരിക്കണ്, ഉമ്മ മരിക്കണ്. അൽ ജസീറ TV ഒരു അറേബ്യൻ ലോകത്തുള്ള ഒരു നഴ്സിനെ, ഫലസ്തീനിലെ ഒരു നഴ്സിനെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോ അവര് പറയണേ, ഞാൻ വിളിച്ചപ്പോ എൻ്റെ ഉമ്മച്ചിന്റെ ശബ്ദം കേട്ടപ്പോ ഞാൻ കരഞ്ഞു. അപ്പൊ എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങനെ കരയണൊരു മോളെ പ്രസവിച്ചിട്ടില്ലല്ലോ, ഇതിൻ്റെ ഒന്നും പേരിൽ കരയുന്നൊരു മോളെ ഞാൻ പ്രസവിച്ചിട്ടില്ലല്ലോ.
ഉമ്മാന്റെ കുട്ടി എന്താണ് ഈ കാണിക്കണ്? നിനക്കറിയോ നമ്മളപ്പുറത്തെ വീട് ഫുള്ള് പോയി, എല്ലാവരും പോയി. ഇനി നാളെ ചിലപ്പോൾ ഞങ്ങളൊക്കെ മരിക്കും, നീ നല്ല പ്രാർത്ഥിക്കണം. എന്താ അങ്ങനെ പറയാൻ കഴിയണം? എന്തുകൊണ്ടാ? സുഹൃത്തുക്കളെ, എല്ലാറ്റിലും റബ്ബിൽ നിന്നുള്ള ഖൈറിനെ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം. അതിനൊരു തൗഫീഖ് അവർക്ക് കിട്ടുകയാണ്. നോക്കൂ നിങ്ങൾ, മൂസ അലൈഹി സ്വലാമിന്റെ ഉമ്മനെ കുറിച്ച് പറഞ്ഞിടത്ത് തന്നെ ഉമ്മയുടെ, മൂസ അലൈഹി സ്വലാമയുടെ ഉമ്മന്റെ മനസ്സ് മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും മറന്ന് ഇതിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയി. കുട്ടിയെ അറക്കുന്നതും കൊല്ലുന്നതും രക്തമൊഴുകുന്നതും പട്ടാളക്കാർ വാതിൽ ചവിട്ടി തുറക്കുന്നതൊക്കെ ഇങ്ങനെ മനസ്സിൽ കണ്ടു അവര്. എന്നിട്ട് ഖുറാൻ പറയാ, ഇൻകാദത്തിലെ തുബ്ദീബി, എന്റെ കുട്ടി പിറന്നിരിക്കുന്നു, രക്ഷിക്കണേ എന്നൊക്കെ വേണമെങ്കിൽ അവർ വിളിച്ചു പറയായിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. ലൗല റബത്ന അല ഖൽബിഹാ, അവിടെയാണ് തൗഫീഖ്. നമ്മൾ അവരുടെ ഹൃദയത്തിനൊരു ഒരു അവസ്ഥ കൊടുത്തു, ശക്തമായി പിടിച്ചു നിൽക്കാനുള്ള ഒരു അവസ്ഥ കൊടുത്തു എന്നാണ്. അപ്പൊ ഇത് കിട്ടണം. എനിക്ക് ഒരുപാട് ഹദീസുകളൊക്കെ വിഷയത്തിൽ അറിയാം. ജീവിതത്തിലൊരു ദുരന്തം വരുമ്പോ എനിക്ക് ആ ഹദീസൊക്കെ ഓർമ്മ വന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ എനിക്ക് പഠിച്ചൊരു തൗഫീഖ് തരണം. ജീവിതത്തിൽ ആ തൗഫീഖിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ടാകണം എന്നുള്ളതാണ് ഇതിലെ 4ാമത്തെ ഒരു പാഠം. ഇനി 5ാമത്തെ പാഠം എന്താ അറിയോ? പിഴവ് മനുഷ്യന്മാർക്ക് വരും. പിഴവ് പറ്റിയ പടച്ചോനോട് ഇസ്തിഗ്ഫാർ നടത്തുകയാണ് വേണ്ടത്. എന്താ, മൂസ അലൈഹി ഇസ്ലാം അബദ്ധത്തിൽ ഒരാളെ തല്ലി, അപ്പൊ അബദ്ധത്തിൽ ഉള്ള അടി ഏറ്റ ആൾ മരിച്ചു. അദ്ദേഹം എന്താ ചെയ്തത്? റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി, പടച്ചോനെ ഞാൻ എന്നോട് തന്നെ ളുൽമ് ചെയ്തു, എനിക്ക് പുറത്തു തരണമെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു എന്നാണ്. അപ്പൊ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയാണ് വേണ്ടത് എന്ന പാഠവും നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബിന്റെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇസ്ലാമികമായ അടിത്തറകൾ അത് പഠിക്കൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫർളാണ്. ഇപ്പോൾ ഉദാഹരണം, ഇസ്ലാം കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ. നമ്മുടെ അടുത്ത് ഒരുപാട് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാകും. PGന്റെ ഉണ്ടാവും, +2ന്റെ ഉണ്ടാവും, SSLCന്റെ ഉണ്ടാകും. ഇതൊന്നും ഇല്ലെങ്കിലും ചിലപ്പോൾ 3, 4, 5 ഭാഷയൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവും. നാട്ടിൽ നടക്കുന്ന എല്ലാ പുതിയ വിശേഷങ്ങളും നമ്മുടെ അടുത്തുണ്ടാകും. ഇന്ത്യ ലോകകപ്പ് 2020 ജയിച്ചതിന്റെ വിവരങ്ങൾ ഉണ്ടാവും. കളിക്കാരന്റെ പിന്നെ അവരുടെ പിന്നെ ടൂറുകളെ കുറിച്ചുള്ള പിന്നെ ധാരണ ഉണ്ടാകും. പക്ഷെ ഇസ്ലാംകാരും ഈമാൻകാരും അതിന്റെ വിശദാംശം അറിയോ? നമുക്കറിയോ? അപ്പൊ മലക്കുകളിലുള്ള വിശ്വാസം, അതിനെ പറ്റി ഒരു 10 കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്കറിയോ? അവിടെ തൊലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, ഇൽമു പഠിക്കൽ എല്ലാ വിശ്വാസിയുടെയും ബാധ്യതയാണ് എന്ന് പറഞ്ഞ അതിൽപ്പെട്ടത് നിസ്കാരം പോലെ ഫർളായ കാര്യമാണ്. നമുക്ക് ആകെ ഫർള് നിസ്കാരമുള്ളൂ, അല്ലേ? അപ്പൊ മലക്കുകളെ കുറിച്ച് പഠിച്ചിട്ട് എന്താ കാര്യം? ഒരാൾ രാത്രി, നമ്മളിവിടെ ഒരു 14 പോയിന്റ് മുമ്പ് ഒരു ഖുത്ബി പറഞ്ഞിരുന്നു, മലക്കുകളുടെ പ്രാർത്ഥന കിട്ടണ 14 കാര്യം. അതിലൊരു കാര്യമാണ് എന്ത്? രാത്രി ഉറങ്ങണതിന് മുമ്പ് ശരിക്ക് ശരീരം ഫ്രഷായി വൃത്തിയാക്കി കിടക്കുന്ന ഒരാൾക്ക് വേണ്ടി മലക്ക് നേരം വെളുക്കോളം പ്രാർത്ഥിക്കുന്നതാണ്. ഫ്രഷായി കിടക്കുന്നുണ്ടാവും, പക്ഷെ ഇതിന് ഈ കൂലിയിട്ടുണ്ടാവില്ല, കാരണം അങ്ങനത്തെ ഒരു നിയ്യത്തില്ല. അപ്പൊ പഠിച്ചാലേ അതുണ്ടാവുള്ളൂ. ആയത്തുൽ കുർസി ഓതി രാത്രി ഉറങ്ങണ മനുഷ്യന് വേണ്ടി ഒരു മലക്കിനെ അള്ളാഹു കാവൽ നിർത്തുന്നതാണ്. ഒരു മലക്കിനെ നമുക്ക് വേണ്ടി സെക്യൂരിറ്റി ആയിട്ട് ഒരു മലക്കിനെ നിർത്തുന്നതാണ്. അപ്പം ഇങ്ങനത്തെ ധാരാളം വിഷയങ്ങൾ പഠിക്കണം. പീസ് റേഡിയോ ഈ വിഷയത്തിൽ അതിന്റെ ലൈഫ് എന്നുള്ളൊരു കോഴ്സ് ഉണ്ട്. നിസ്കാരം, നോമ്പ്, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ആളുകൾ പഠിച്ചൊരു കോഴ്സാണ്. അത് ഇൻഷാ അല്ലാഹ് ഈ 7-ാം തീയതി ഇൻഷാ അല്ലാഹ് ആരംഭിക്കുകയാണ്. എല്ലാ തിങ്കളും അതുപോലെ തന്നെ എല്ലാ തിങ്കളും ബുധനുമാണ് അതിന്റെ ക്ലാസ് ഉണ്ടാകുക. എല്ലാ തിങ്കളും വ്യാഴവുമാണ് അതിന്റെ ക്ലാസ് ഉണ്ടാകുക. 20 മിനിറ്റ്, 22 ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് 20 മിനിറ്റ് വീതം മലക്കുകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. അപ്പം അതിന്റെ വിശദാംശങ്ങൾ നമ്മളെ പള്ളിയുടെ ഗ്രൂപ്പിലിടാം. അതിൽ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യുക, അതിൽ കയറുക, ആ ക്ലാസ്സിൽ പങ്കെടുക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും റിമൈൻഡറൊക്കെ വരും. നല്ലൊരു കോഴ്സായിട്ട് 10,000-കണക്കിന് മനുഷ്യർ പഠിക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ വീട്ടിലൊഴിഞ്ഞിരിക്കുമ്പോഴോ എപ്പോഴെങ്കിലും കേട്ടാൽ മതി. അതിൽ പരീക്ഷയും എഴുതാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും അത്ര ചെയ്യാം. പരീക്ഷയ്ക്ക് പങ്കെടുക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക, അല്ലാത്തവരല്ലാത്ത രീതിയിൽ കേൾക്കുക. വിഷയങ്ങൾ ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ മോമിനുകളിൽ, മുഖ്ലിസുകളിൽ, മുത്തഖീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ സാക്ഷാത്കരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة ربنا وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. صلى الله عليه وسلم.